Hello everyone, welcome back to my channel Make with Richu. ഇന്നൊരു ഡബിൾ ഷെയ്ഡ് മാക്രമേ മിറർ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇതിന് മുമ്പും ഒരു മാക്രമേ മിറർ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ്, ഇതും സിമ്പിളാണ്, ഡബിൾ ഷെയ്ഡ് ആണെന്നേ ഉള്ളൂ. അപ്പം ഇതിന് മിററൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 8 ഇഞ്ചിൻ്റെ എംബ്രോയ്ഡറി ഹൂപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഒരു പീച്ച് കളറും വൈറ്റ് കളറുമാണ് എടുത്തേക്കുന്നത്. ഈ ഒരു കമ്പനിയുടെ 3 പ്ലൈ ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്കുള്ള മെഷർമെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 105 സെൻറ്റിമീറ്ററിൽ 10 കോഡ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഈക്വലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ലാക്സ് ഹെഡ് നോട്ട് വഴി ഞാൻ എംബ്രോയ്ഡറി ഹുപ്പിലേക്ക് ടൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും 2 കോഡ് വെച്ച് ലെഫ്റ്റ് സൈഡിൽ 2 കോഡും റൈറ്റ് സൈഡിൽ 2 കോഡും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കോഡ്സിൽ നമുക്ക് സ്ക്വയർ നോട്ട് ചെയ്ത് കൊടുക്കണം. 4 കോഡ് എടുത്തിട്ട് സ്ക്വയർ നോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 6 കംപ്ലീറ്റ് ആയിട്ട് സ്ക്വയർ നോട്ട് ചെയ്ത് കൊടുക്കുക. സ്ക്വയർ നോട്ട് അതായത് മാക്രമേയുടെ ബേസിക് നോട്ട്സൊക്കെ നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇത് സ്പീഡായിട്ട് കാണിക്കുന്നത്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് നോക്കിയാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് സ്ക്വയർ നോട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ട് സ്ക്വയർ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 സ്ക്വയർ നോട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത റോ ചെയ്യാനായിട്ട് വീണ്ടും റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും നേരത്തെ പോലെ തന്നെ 2 കോഡ്സ് മാറ്റി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് 4 കോഡ് എടുത്ത് സ്ക്വയർ നോട്ട് കണ്ടിന്യൂ ചെയ്യുക. ആ റോ കംപ്ലീറ്റ് ഫസ്റ്റ് റോ ചെയ്ത കണക്ക് തന്നെ സ്ക്വയർ നോട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. സെക്കൻഡ് റോയിൽ സ്ക്വയർ നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 സ്ക്വയർ നോട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റോ ചെയ്യാൻ സെയിം തന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. അതായത് ആദ്യത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും 2 കോഡും കൂടെ മാറ്റി വെച്ചിട്ട് സ്ക്വയർ നോട്ട് ചെയ്യുക. തേർഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 സ്ക്വയർ നോട്ടാണ് വന്നേക്കുന്നത്. ഇനി 2 സൈഡിൽ നിന്നും 2 കോഡും കൂടെ മാറ്റി വെച്ച് നമ്മുടെ ഫൈനൽ റോ ആണ് ഫോർത്ത് റോയിൽ ഒരു സ്ക്വയർ നോട്ടേ നമുക്ക് ഫൈനലായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ആ സ്ക്വയർ നോട്ടും കൂടി ഇട്ട് നമുക്ക് ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ 4 റോയും കഴിഞ്ഞിട്ടുണ്ട്. 4 സ്ക്വയർ നോട്ട്, 3 സ്ക്വയർ നോട്ട്, 2 സ്ക്വയർ നോട്ട്, 1 സ്ക്വയർ നോട്ട്, അങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ഇട്ട് കൊടുക്കണം. 2 സൈഡിൽ നിന്നും ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 സൈഡിൽ നിന്നും ഫസ്റ്റ് 2 കോഡാണ് നമ്മൾ ഹോൾഡിംഗ് കോഡായിട്ട് എടുക്കുന്നത്. 2 സൈഡിൽ നിന്നും പിന്നെ ആ നടുക്കുള്ളത് നമുക്ക് ഈക്വലായിട്ട് പാർട്ടീഷൻ ചെയ്ത് വെക്കണം. അതായത് 2 സൈഡിൽ നിന്നും കൗണ്ട് ചെയ്ത് നമുക്ക് പാർട്ടീഷൻ ചെയ്തെടുക്കാം. 1 2 3 4 5 6 7 8 9. അപ്പം 2 സൈഡിലും ഈക്വലായിട്ട് 9 പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ട് 2 സൈഡിൽ നിന്നും ഈ കോഡ് ഹോൾഡിംഗ് കോഡായിട്ട് വെച്ചിട്ട് 2 സൈഡിൽ നിന്നും ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇനി 2 ഹോൾഡിംഗ് കോഡും കൂടെ ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ഇട്ട് കൊടുക്കണം. അത് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളതാണ് ഇട്ട് കൊടുക്കാം. അപ്പം 2 കോഡും കൂടെ ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ, മിറർ പാറ്റേണിൻ്റെ ബേസിക് നോട്ട്. ഇങ്ങനെ നമുക്ക് ഒരെണ്ണവും കൂടെ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന എങ്ങനെ, അതേ ഉള്ളൂ ഈ മിററിൻ്റെ ബേസിക് പാറ്റേൺസ്. അപ്പോൾ ഇത് കണക്ക് ഒരെണ്ണവും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം മിറർ ഞാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ എന്താ ഇത് കണക്ക് 2 പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് കുറച്ച് കോഡ്സ് വന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ കൊടുക്കാം. ഞാനിപ്പം ചെയ്യുന്നത് ഇതിൻ്റെ 2 പാറ്റേണിൻ്റെ മിഡിൽ പോർഷനിൽ കിടക്കുന്ന കോഡ് വെച്ചിട്ട് ഒരു 3 സ്ക്വയർ നോട്ട്, നടുക്കത്തെ 4 കോഡ് എടുത്തിട്ട് 3 സ്ക്വയർ നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മൂന്ന് സ്ക്വയർ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡിൽ നിന്നും നമുക്ക് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ലെയർ ഓഫ് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ പാറ്റേണിൻ്റെ ആ കോൺ പോർഷനിൽ വരുന്ന 2 കോഡ് വെച്ചാണ് ഞാൻ ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്യാനുള്ള ഹോൾഡിംഗ് കോഡ് ഞാൻ മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് കോഡ് വെച്ച് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2 സൈഡിൽ നിന്നും ഇട്ട് കൊടുക്കാം. നടുക്കലത്തെ കോഡ് ഈക്വലി പാർട്ടീഷൻ ചെയ്തിട്ട് 2 ലെയർ ഓഫ് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലായി. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. അപ്പം അതും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാൻ സ്പീഡിൽ ഇങ്ങനെ നോട്ട്സ് പറഞ്ഞു പോകുന്നത്, ഞാൻ എൻ്റെ ബേസിക് വീഡിയോസ് നേരത്തെ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പം മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഞാൻ മാക്രമയുടെ ബേസിക് നോട്ട്സിൻ്റെ വീഡിയോ ചെയ്തത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ നന്നായിട്ട് മനസ്സിലാവും, നന്നായിട്ട് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. രണ്ടാമത്തെ ലെയർ ഓഫ് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്ത് നമ്മളിപ്പം 2 ഹോൾഡിംഗ് കോഡും കൂടെ ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്യുകയാണ്. ഇതും കൂടെ കഴിഞ്ഞ് നമ്മുടെ പാറ്റേൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാക്രമേ മിററിൻ്റെ ഈ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഫെവിക്കോൾ വാട്ടറിൽ മിക്സ് ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വോളിലേക്ക് ഹാങ് ചെയ്തിട്ട്
കാണിച്ചു തരാം ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് വോളിൽ ഹാങ് ചെയ്യുമ്പോൾ ഉള്ള ഫൈനൽ ലുക്ക്. ഞാൻ മിറർ അറ്റാച്ച് ചെയ്തിട്ടില്ല. മിറർ അറ്റാച്ച് ചെയ്ത പിക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മിററിൻ്റെ ഫൈനൽ ലുക്ക്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്രമയൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.